പറ്റില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണ്. ഫസ്റ്റ് തന്നെ നല്ല തണുപ്പുണ്ടേ. മരുമോന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റ്. ഹായ്, ഹലോ, നമസ്കാരം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇന്നും നമ്മൾ അൺബോക്സിങ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പം നാട്ടിൽ നിന്ന് എന്ത് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അൺബോക്സ് ചെയ്ത് ഈ സ്ഥലത്ത് വെച്ചല്ലേ. അപ്പം ഈ പ്രാവശ്യം പതിവ് തെറ്റിക്കേണ്ട. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ വെച്ച് തന്നെ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അൺബോക്സ് ചെയ്യുന്നില്ല, കാരണം എല്ലാം നല്ല സ്റ്റിക്കർ ഇടിച്ച് നല്ലപോലെ പാക്ക് ചെയ്തേക്കുക. അതുകൊണ്ട് അൺബോക്സിങ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണ് എന്നുള്ളിലുള്ളതെന്നൊക്കെ കാണാം. ഇതുണ്ടല്ലോ അപ്പനും അമ്മയും കൂടെ എനിക്ക് വേണ്ടി കൊടുത്തു വിട്ടതാട്ടോ. എനിക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ വേണ്ടിയിട്ട്. നാട്ടിൽ പോയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ നാട്ടിൽ നിന്ന് പിള്ളേരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിടും. അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കണ്ടേ ഉള്ളിൽ എന്താണെന്ന്. വാ. അപ്പം ഇതാ ഈ ഒരു ബിഗ് ഷോപ്പർ നിറയാണ് കൊടുത്തു വിട്ടേക്കുന്ന സാധനങ്ങൾ. ഒരു 6 കിലോയോളം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നോക്കി തുടങ്ങാം എന്തൊക്കെയാണെന്ന്. അങ്ങനെ എന്താ പറയുക, അപ്പനും അമ്മയും കൊടുത്തു വിട്ടത് ഇത്രയും നാളും കാണാതെ ഇന്ന് കിട്ടിയതൊക്കെ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഉള്ളിൽ എന്ത് തന്നെയാണേലും കുറച്ചൊക്കെ എനിക്ക് അറിയാം കേട്ടോ, പിന്നെ കുറച്ചൊക്കെ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല തണുപ്പുണ്ടേ. ഫ്രീസ് ചെയ്ത് ചക്ക കൊടുത്തു വിട്ടേക്കുന്ന നല്ലപോലെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ചക്ക അവിടെ കാത്തി നിന്നിട്ടുണ്ട് 2 പേര് സൈഡില്. എന്തൊക്കെയാണെന്ന് അറിയാം വീട്ടിൽ ഇട്ടിട്ട്. അപ്പൊ ഇത് ഫ്രീസ് ചെയ്ത് ചക്ക കൊടുത്തു വിട്ടത് നല്ല ഫ്രീസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് ഫ്രീസ് കുറഞ്ഞിട്ടുണ്ടാവും, എന്നാൽ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. ഈ ചൂടത്ത് തണുപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഭയങ്കര സുഖം. AC ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടേ തൊടുമ്പോൾ നല്ല സുഖം. അപ്പൊ ഫസ്റ്റ് ചക്ക ഇത് ഫ്രീസ് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ സെക്കൻഡ് വൺ, ഇത് മരുമോൻ സ്പെഷ്യലാട്ടോ. മരുമോന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റ്. ഇത് മരുമോന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്പെഷ്യലാണ്. ഇതൊന്നും ഫ്രീസൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കി ഡയറക്റ്റ് പൊതിഞ്ഞ് ചൂടൊക്കെ ആറിയിട്ട് പാക്ക് ചെയ്ത് അതേപോലെ കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പം ഈ ഫ്രീസ് ചെയ്ത ചക്കയുടെ കൂടെ ആയതുകൊണ്ട് ഇതൊരു കുഴപ്പമില്ലാതെ അതിൽ തന്നെ അങ്ങനെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ അഴിച്ചും കാണിക്കാറ്. പിന്നെ നെക്സ്റ്റ് ഇതെനിക്ക് ഡ്രസ്സാട്ടോ. ഇത് എനിക്കറിയാം ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത്. കാണിക്കാം. ഡ്രസ്സാണ്. കാണിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഡ്രസ്സാണ്. ഓക്കെ. പിന്നെ ഇതാ, അയ്യോ ഇതേ കള്ളുമിഠായി. ഇതെന്താണെന്നറിയോ, ഈ വീട്ടിലോട്ട് ഫോൺ വിളിച്ചു കഴിയുമ്പോൾ അമ്മ വേണ്ടി കഴിഞ്ഞു ഒന്നും ചോദിക്കാൻ, വിശേഷങ്ങളൊക്കെ ഒക്കെ ചോദിക്കാമല്ലോ. അപ്പൊ ഒന്ന് ഫോൺ എടുത്ത ആ നിമിഷം ജസ്ലിന് ഓടിയാലും ജോലി ഓടിയാലുണ്ട്. അപ്പ കള്ളമിഠായി ബബ്ബ പറയുന്നത് ഇവര് ഈ കോലുമിഠായിക്ക് കണ്ടാന്ന് തോന്നുന്നു. അപ്പ കേക്ക് ലോലിപോപ്പിന് വേണ്ടിയിട്ടാണ് ബബ്ബന്ന് പറയുന്നത്. പിന്നെ പറയും അപ്പ ചോക്ലേറ്റ് ഗാലക്സി കേക്ക്. അപ്പൊ മൊത്തം ജസ്റ്റ് ഇങ്ങനെ അപ്പൊ മൊത്തം അപ്പം വിളിച്ച് അവർക്ക് വേറെ ഒന്നും ചോദിക്കാൻ. ഇവിടെ എന്താണ് ദാരിദ്ര്യം. ചിലവർ എഴുത്ത് ഞാനിവിടെ പറയും ഇവിടെ എന്തോ ദാരിദ്ര്യം പോലെ, ഇവിടെ പിള്ളേർക്ക് തിന്നാനൊന്നും കിട്ടണില്ല. അതുപോലെയാണ് പിള്ളേർക്ക് ആക്രാന്തം. അപ്പൊ ഗാലക്സി അപ്പൊ കേക്ക് പറഞ്ഞിട്ട് പിള്ളേർ വെള്ളം വെക്കുന്നത് കാണുമ്പോ അന്ന് അമ്മ വിളിച്ചാലും വേറെ ആരും വിളിച്ചാലും ആരോടും ഇവരൊന്നും ചോദിക്കില്ല കേട്ടോ. ഒരു സാധനം വേണമെന്ന് പോലും പറയില്ല. പക്ഷെ അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും ഇവർ പറയും. അതൊക്കെ മേടിച്ചു കൊടുക്കാൻ റെഡി ആയിട്ടൊരു അപ്പാപ്പിനും. അപ്പൊ ഇതാ ജസ്ലിന്റെയും ജോലി ഫേവറേറ്റ് കള്ളമിഠായി. ഇവിടെ നമ്മൾ കള്ളമിഠായിക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുമ്പോൾ ഉള്ളിലൊക്കെ പോകുമ്പോൾ മേടിക്കാറുണ്ട്. എള്ളുമിഠായും കള്ളമിഠായിക്ക് കഴിക്കാൻ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നമ്മളൊക്കെ മേടിക്കാറുണ്ട്, കാണിക്കാറുണ്ട്. പക്ഷേ ഇതവർക്ക് വേണ്ടി കൈ പിടിച്ചു. ഇപ്പൊ പൊട്ടിക്കണ്ട കേട്ടോ. അപ്പൊ അവർക്ക് 2 കൊടുത്താൽ ജസ്ലിനും കൊടുക്കാറുണ്ട്. ജസ്ലിനൊന്നും പറയില്ലടാ കുഞ്ഞാ. വെൽക്കം ഉണ്ടോ? അടിപൊളി. അപ്പൊ അവർക്കത് വിരമരുന്ന് കേട്ടോ. ഞാൻ ഇവർക്ക് 6 മന്ത് കൂടുമ്പോൾ വിരമരുന്ന് 2 പേർക്കും കൊടുക്കാറുണ്ട്. ഇവരുണ്ടായി ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് അത് ചോദിച്ചു കഴിഞ്ഞ് എത്ര നാൾ കൂടുമ്പോഴാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു തന്ന മരുന്നാണ്.
അപ്പം അത് കൊടുക്കാറുണ്ട് മുടങ്ങാതെ 6 മന്ത് കൂടുമ്പം 2 പേർക്കും കൊടുക്കാറുണ്ട്. ഞങ്ങളും കഴിക്കാറുണ്ട് കേട്ടോ. കാരണം അതിപ്പോൾ നമ്മൾ ഒത്തിരി നോൺ വെജും എല്ലാം കഴിക്കുന്നവരാണ്. പിന്നെ പിള്ളേർ മണ്ണിൽ കളിച്ചാൽ മാത്രമേ കൊണ്ടൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത് കൊടുക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കൊടുക്കുന്നത്. അത് കൊടുക്കണം, അതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു സംശയം കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. പിള്ളേരുള്ളവർ വല്ലതും കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ അതെന്താണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് അവർക്കുള്ള മരുന്നാണ് കേട്ടോ, ഞങ്ങൾക്കുള്ളതുകൊണ്ട് അവർക്കുള്ളതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ചക്കക്കുരു. അതേയോട് ജോലിന് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു. മാങ്ങയും മുരിങ്ങക്കോലും കൂടി ഇട്ടാൽ, മുരിങ്ങക്കോലാണ് കൂടുതൽ ഇഷ്ടം, എന്നാൽ അത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ചക്കക്കുരു ആകുമ്പോൾ ചിരണ്ടി ഇപ്പോൾ ചക്ക കൊടുത്ത് വിട്ടിട്ടുണ്ട്. ചിരണ്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ, ചക്കക്കുരു കൊടുത്ത് വിട്ടിട്ടുണ്ട്. അമ്മയ്ക്കും അവിടെ തിരക്കൊക്കെയാണ്. പിന്നെ ഇത് കുടംപുളി. നമ്മുടെ കുടംപുളിയൊക്കെ തീരാറായി. നമ്മളിങ്ങനെ മീൻകറി വെക്കുന്നവരല്ലേ, അപ്പോൾ കുടംപുളി തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷാമമാണ്. ഇവിടെ കുടംപുളി കിട്ടും കേട്ടോ, എന്നാൽ പോലും നമുക്ക് കുറച്ച് കുടംപുളി, നല്ല വീട്ടിലെ കുടംപുളിയാണ്, അത് നല്ല കുടംപുളി കുറച്ച്. പിന്നെ നെക്സ്റ്റ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്നാന്ന് എനിക്ക് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് വാട്ടുകപ്പ, ഉണക്കപ്പ എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. ഉണക്കപ്പ ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും. ഉണക്കപ്പ അപ്പോൾ കുറച്ചെടുത്ത് വെള്ളത്തിയിട്ട് ഉണക്കപ്പ എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് ഇത് സ്ഥിരമായിട്ട് അറിയാം. നമ്മളിവിടെ പുഴുങ്ങാറും കാണിക്കാറൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ UAE ഞാൻ തപ്പിയിട്ട് എനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ അടുത്ത് ചോദിച്ചു, പിന്നെ എന്താ പറയുക മില്ല്, അവിടെയൊക്കെ ചോദിച്ചിട്ടും എവിടെയും കിട്ടാത്തൊരു സാധനമാണിത്. എവിടെയും അങ്ങനെ കിട്ടി കാണാറില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 5 കിലോ 4 കിലോ കൊണ്ടുവരും. അത് കണക്ക് ആവാറുണ്ട്. അപ്പോൾ പ്രാവശ്യം തീർന്നു, 1 ഇയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഉണക്കപ്പ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ കവറ്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്ക് എന്തപ്പം ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, അമ്മക്ക് പൊതിഞ്ഞ് കെട്ടി പാക്ക് ചെയ്ത് അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓവർ ആക്ടിങ് ഇടയ്ക്ക് തോന്നുക, അങ്ങനെയൊന്നും അല്ല. അത് ആ ഒരു വർഷക്കാലത്ത് കാണാൻ പറ്റാതെ കാണാതെയൊക്കെ ഇരുന്നിട്ട് ആ ഫീലിങ് മനസ്സിലാവില്ല, അത് പ്രവാസികൾക്ക് മനസ്സിലാവും. അപ്പം അതാണ്. അപ്പം ഇനി ഞാനിതൊക്കെ അഴിക്കട്ടെ കേട്ടോ. ഇനി അഴിക്കട്ടെ, കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. ചൂടാക്കി കഴിക്കട്ടെ, സംതൃപ്തി അടയട്ടെ. അപ്പം അഴിച്ചിട്ടോടെ കാണിക്കാമല്ല. പിന്നെ ഇത് കൊണ്ടുവന്നത് പറയാതിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പുന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല സ്നേഹമുള്ള മോൻ, ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒരു കുഴപ്പമില്ലാതെ അവൻ പാവം ഇവിടെ കൊണ്ടുവന്ന് സേഫായിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട് മോനെ, നല്ല സ്നേഹമുള്ളൊരു കുഞ്ഞ്. അതുപോലെ ചേട്ടനും ചേച്ചി അപ്പനും അമ്മ ഒരു വാക്ക് ചോദിച്ചപ്പോഴേ ഞങ്ങൾക്ക് അതിവിടെ എത്തിക്കാമെന്ന് എസ് മൂളി അത് ഞങ്ങൾക്ക് കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് മാത്രം ഇതൊക്കെ ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് 1000 ഹൃദയം തൊട്ട നന്ദി. എല്ലാവരും ഒരു വ്ളോഗ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇത് അഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ്. അമ്മ വാഴയിൽ നല്ല പോലെ വാട്ടിയിട്ട് ബീഫ് ശരിക്കും റോസ്റ്റ് ചെയ്ത് ചൂട് നന്നായിട്ട് തണുത്തു കഴിയുമ്പോൾ വാഴയിലേക്ക് വെച്ച് പാക്ക് ചെയ്ത് പിന്നെ ന്യൂസ് പേപ്പറിലും കൂടെ പൊതിഞ്ഞ് കൊടുത്തു വിട്ടത്. ഒരു കുഴപ്പമില്ലാതെ ഫ്രീസ് ഒന്നും ചാഞ്ഞിട്ട് ഇവിടെ എത്തി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എന്തോന്നും മനസ്സിലാവാതെ വന്നില്ല അൺബോക്സ് ചെയ്തപ്പോൾ. ഇതായിരുന്നു കേട്ടോ, ചിലിമ്പിക്ക, ഇരുമ്പാമ്പുളി, ഇലിമ്പിക്ക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ചക്കക്കുരു കൊടുത്തിട്ടില്ലേ, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇതിട്ട് കറി വെച്ചാൽ സൂപ്പറാണ്. പിന്നെ മീനിൻ്റെ കൂടെയൊക്കെ ഇട്ട് കറി വെച്ചാൽ അടിപൊളിയായിട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തെ തന്നെ ചിലിമ്പിക്കയോ, അയ്യോ അതങ്ങനെ സൂപ്പർ. പിന്നെ ഇതാ അൽഫോൻസാമ്മയുടെ രൂപം. ഇതൊരു എണ്ണയാട്ടോ, പൊള്ളലിനൊക്കെ എണ്ണയാണ്, നല്ല കേട്ടോ. കുറേ കാര്യങ്ങൾക്ക് ഈ എണ്ണ യൂസ് ചെയ്യുക. ഇത് ഞാൻ അങ്കയോട് പറഞ്ഞപ്പോൾ അങ്ക മേടിച്ച് അമ്മയുടെ കൊടുത്തു വിട്ടാൽ കേട്ടോ. പിന്നെ ഇത് അൽഫോൻസാമ്മയുടെ എണ്ണ. പിന്നെ പിള്ളേർക്ക് ഇഷ്ടം പോലെ കൊന്ത, ഇത് ജുബേൻ്റെ ഉണ്ടാക്കിയ കൊന്തയാന്ന് തോന്നുന്നു. അങ്ങനെ കൊന്ത. പിന്നെ അൽഫോൻസാമ്മയുടെ ഒരു രൂപവും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഫോൻസാമ്മയുടെ രൂപം നല്ല രൂപമല്ലേ. അങ്ങനെ ജസ്ലിൻ്റെ പേര് അൽഫോൻസാന്ന്. അപ്പോൾ എനിക്കൊരു അൽഫോൻസാമ്മയുടെ രൂപം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കുടംപുളി നല്ല വീട്ടിലുണ്ടായി ഉണക്കിയ കുടംപുളിയാണ്, നല്ല മുഴുത്ത കുടംപുളിയാണ്. ഈ മീൻകറി എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ഈ കുടംപുളി തീർന്നു കഴിയുമ്പോൾ മേടിക്കുന്ന കുടംപുളി നല്ല അല്ലെങ്കിൽ പൊട്ടയാണെങ്കിൽ ഒന്നിനും കൊള്ളില്ല കറി. അപ്പം അത് പിന്നെ ഇതാ ഉണക്കപ്പ, നല്ല സൂപ്പർ ഉണക്കപ്പയാണെന്ന് അമ്മ പറഞ്ഞത്. ജുവാൻറ്റിയുടെ പപ്പാട കയ്യിൽ നിന്ന് മേടിച്ചോ കപ്പയാണെന്നാണ് പറഞ്ഞത്. നല്ല കപ്പയെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പയായി.
അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പൊ ഇനി അമ്മ അടുത്ത വീട്ടിൽ കൊടുത്ത് വിടാമെങ്കിൽ നമുക്ക് കാണാം അടുത്തതില്. അപ്പൊ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ പോകണം. എൻ്റെ പേര് ചിപ്പി, നമ്മുടെ ചാനലിൻ്റെ പേര് ചിപ്പി ഹോം വ്ളോഗ്സ് എന്നാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. അപ്പം അതുവരേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയുള്ള പെട്ടികൾ വരുമ്പോൾ നമുക്ക് കാണാം. നമുക്ക് അല്ലെങ്കിൽ സാധാരണ വീഡിയോയിൽ കൂടെ തന്നെ കാണാം. അപ്പം അതുവരെ ബൈ, സീ യു.